പത്മം, പത്മം. ഓഹോ, കഥക് തുറന്നിട്ടാണ് ഉറക്കം. ഇന്ന് നിന്നെ ഞാൻ ഉറക്കത്തില്ല. പത്മം, പത്മം, ഇതാ നോക്ക്, നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് ജോലി കിട്ടി. ഇതാ അപ്പവിൻ്റെ അവിടെ. പത്മം, 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 എന്താ ഇത്? ചേട്ടാ, ചതിച്ചു. രഘു എന്നെ ഞാൻ പിടിച്ചു നിന്നു. അവനെന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്വയരക്ഷയ്ക്ക് ഞാനെടുത്ത കത്തി. പത്മം, 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 പത്മം. ചേട്ടാ, പത്മം, പത്മം. അതൊക്കെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി. ഒരു കൊല ചെയ്യാനുള്ള മനക്കെട്ടി നിനക്ക് എവിടുന്ന് കിട്ടി? എന്റെ ബാപ്പയെ അത് വിശ്വസിച്ചോ? ഞാൻ നിരപരാധിയാണ് ബാപ്പ. ശരി, ബാക്കി കാര്യങ്ങൾ കോടതിയിൽ പറയാം. ഓ, പത്മാവതിയെ കൊന്നത് ശേഖരന്റെ മകൻ രഘുവാണല്ലേ? ഇപ്പോൾ അവൻ എന്റെ ബാപ്പയും കൊന്നു. അവന്റെ ഈ പോക്ക് ഇനി തുടരാൻ പാടില്ല. നമുക്ക് സംഘടിതമായി നിന്ന് അവരെ നേരിടാം. അവനോട് പകരം ചോദിക്കാൻ ഞാൻ മതി. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അവനെ കൊല്ലാൻ കബീറിനോടൊപ്പം ഞാനുണ്ട്. ജയേട്ടൻ എന്നോട് ദേഷ്യമാണോ? ഞാൻ എന്തിനു നിന്നോട് ദേഷ്യപ്പെടുന്നു? എന്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് ഞാൻ തെറ്റുകാരിയല്ല. ഇങ്ങോട്ട് നോക്കൂ, അതെനിക്കറിയാം ഹേമി. ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമാണ്. അക്രമവും അനീതിയും കൊടികുത്തിവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും വളരെ ശക്തിയായി പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചുറ്റും കാണുന്ന നഗ്നമായ അഴിമതിക്കും അക്രമത്തിനും അറിവ് വരുത്താനുള്ളൊരു പ്രതിജ്ഞ പുതുക്കലായി ഈ ദിനം നാം കൊണ്ടാടണം. സത്യവും അഹിംസയും സഹാനുഭൂതിയും നാം ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കാട്ടണം. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് ഇവിടെ ആവശ്യം. ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് നാം അനുഷ്ഠിച്ചേ പറ്റൂ. അദ്ദേഹം നമ്മിൽ അർപ്പിച്ച മഹത്തായ കടമകൾ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഒരു തയ്യാറെടുപ്പായി ഈ ദിനം പ്രയോജനപ്പെടുത്താനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്.
കബീറിനാണ് പഠിക്കുന്നു നമ്മുടെ കബീറിനെ